നമ്മുടെ വീട്ടിലേക്കോ സ്ഥാപനത്തിലേക്കോ ആവശ്യമായ ഇൻവെർട്ടർ, ബാറ്ററി എന്നിവ എത്ര കപ്പാസിറ്റി ഉള്ളത് വേണം എന്ന് ചെറിയ ഒരു കാൽക്കുലേഷനിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം. ഇൻവെർട്ടറിന്റെ കപ്പാസിറ്റി വോൾട്ട് ആംപിയർ അഥവാ VA-യിലും ബാറ്ററിയുടെ കപ്പാസിറ്റി ആംപിയർ ഹവർ അഥവാ AH-ലും ഇൻവെർട്ടറിൽ പ്രവർത്തിക്കേണ്ട ലോഡ് അഥവാ ഉപകരണങ്ങൾ വാട്ട്സിലുമാണ് അളക്കുന്നത്. ആദ്യമായി നമുക്ക് ഇൻവെർട്ടറിൽ പ്രവർത്തിക്കേണ്ട ഉപകരണങ്ങളുടെ ലിസ്റ്റ് എടുത്ത് അവയുടെ വാട്ട്സ് കണക്കാക്കാം. ഉദാഹരണമായി ഒരു വീട്ടിൽ 35 വാട്ട്സിന്റെ 3 BLDC ഫാനും 20 വാട്ട്സിന്റെ 3 LED ട്യൂബും 15 വാട്ട്സിന്റെ 10 LED ബൾബും 75 വാട്ട്സ് ഉള്ള ഒരു ടിവിയും ഇൻവെർട്ടറിൽ പ്രവർത്തിക്കണമെങ്കിൽ ഈ ഉപകരണങ്ങളുടെ എല്ലാം ആകെ വാട്ട്സ് കണ്ടെത്തണം. അതിനായി 35 വാട്ട്സ് ഫാൻ 3 എണ്ണം 105 വാട്ട്സും 20 വാട്ട്സിന്റെ ട്യൂബ് 3 എണ്ണം 60 വാട്ട്സും 15 വാട്ട്സിന്റെ ബൾബ് 10 എണ്ണം 150 വാട്ട്സും 75 വാട്ട്സിന്റെ TV ഒരെണ്ണം 75 വാട്ട്സും ഇവയുടെ എല്ലാം ടോട്ടൽ ലോഡ് 390 വാട്ട്സ് എന്ന് കാണാം. ഈ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ റേറ്റഡ് വാട്ട്സിലും ചെറിയൊരു ശതമാനം കൂടുതൽ പവർ എടുക്കാനുള്ള സാധ്യതയും മൊബൈൽ ചാർജർ പോലുള്ള താൽക്കാലികമായ ചെറിയ ഉപകരണങ്ങളുടെ ഉപയോഗത്തിനും വേണ്ടി ഈ 390 വാട്ട്സിന്റെ 25% സേഫ്റ്റി ഫാക്ടർ ആയി ആഡ് ചെയ്യാം. 390 വാട്ട്സിൽ 25% ആഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന 487.5 വാട്ട്സിനെ റൗണ്ട് ആക്കി ആകെ ലോഡ് 490 വാട്ട്സ് എന്ന് കണക്കാക്കാം. ഇൻവെർട്ടർ, ജനറേറ്റർ, ട്രാൻസ്ഫോമർ പോലുള്ള ഔട്ട്പുട്ടിൽ ഇലക്ട്രിസിറ്റി ലഭിക്കുന്ന ഉപകരണങ്ങളുടെ റേറ്റിംഗ് അതിന്റെ ഔട്ട്പുട്ട് ഇലക്ട്രിസിറ്റിയുടെ അളവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇത് വോൾട്ടേജിന്റെയും ആംപിയറിന്റെയും ഗുണിതമായ വോൾട്ട് ആംപിയർ അഥവാ VA എന്ന യൂണിറ്റിലായിരിക്കും. അപ്പോൾ നമ്മുടെ 490 വാട്ട്സ് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ഇൻവെർട്ടറിൽ നിന്ന് എത്ര VA ഇലക്ട്രിസിറ്റി ആവശ്യമാണ് എന്ന് കണക്കാക്കാം. ഇവിടെ നമ്മുടെ ഉപകരണങ്ങൾ 100% എഫിഷ്യൻസി ഉള്ളതാണെങ്കിൽ ഇൻവെർട്ടർ 490 VA മതിയാകും. നമ്മുടെ ഉപകരണങ്ങൾ ശരാശരി 80% എഫിഷ്യൻസിയെ ഉണ്ടാവുകയുള്ളൂ. അതായത് പവർ ഫാക്ടർ 0.8 എന്ന് കണക്കാക്കിയാൽ 490 വാട്ട്സിനെ 0.8 പവർ ഫാക്ടർ കൊണ്ട് ഹരിച്ചാൽ 612.5 VA ഇലക്ട്രിസിറ്റി ആവശ്യമാണെന്ന് മനസ്സിലാക്കാം. ഇൻവെർട്ടറിന്റെ സ്റ്റാൻഡേർഡ് കപ്പാസിറ്റി 650 VA, 700 VA, 750 VA എന്നിങ്ങനെ ആയതിനാൽ 490 വാട്ട്സ് ഉപകരണങ്ങൾ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഇതിൽ 650 VA ഇൻവെർട്ടർ എങ്കിലും ആവശ്യമാണെന്ന് മനസ്സിലാക്കാം. ബാറ്ററി കപ്പാസിറ്റി കണ്ടെത്തുന്നതിനായി 490 വാട്ട്സ് ലോഡ് എത്ര സമയം ഇൻവെർട്ടറിൽ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കണം എന്ന് തീരുമാനിക്കുക. ഉദാഹരണത്തിന് 3 മണിക്കൂർ പ്രവർത്തിപ്പിക്കണമെങ്കിൽ 490 വാട്ട്സിനെ 3 മണിക്കൂർ കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയെ ബാറ്ററി വോൾട്ടേജ് ആയ 12 വോൾട്ടും ഇൻവെർട്ടറിന്റെ പവർ ഫാക്ടർ ആയ 0.8 കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന സംഖ്യ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആവശ്യമായ ബാറ്ററി കപ്പാസിറ്റി ഇവിടെ 153.125 AH ആണെന്ന് മനസ്സിലാക്കാം. 153.125 ഒരു സ്റ്റാൻഡേർഡ് റേറ്റിംഗ് അല്ലാത്തതിനാൽ 160, 180, 200 എന്നീ സ്റ്റാൻഡേർഡ് റേറ്റിംഗുകളിൽ നിന്ന് മിനിമം 160 AH കപ്പാസിറ്റി ബാറ്ററി ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ 490 വാട്ട്സ് ഉപകരണങ്ങൾ മുഴുവനായും 3 മണിക്കൂർ പ്രവർത്തിപ്പിക്കാൻ 650 VA ഇൻവെർട്ടറും 160 AH ബാറ്ററിയും ആവശ്യമാണെന്ന് മനസ്സിലാക്കാം.